ഹലോ ഗൈസ്, ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ ഈ ചാനലിൽ ഇതിനു മുന്നേ ഞാൻ കുറേ ചാനൽസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ക്ലിക്കായില്ല. പക്ഷെ എനിവേ ഇപ്പോൾ എനിക്ക് ഒരു ഐഡിയയും എൻ്റെ തലയിലില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ തീരുമാനിച്ചു, ഞാൻ 100 ഡേയ്സ് മസ്റ്റായിട്ടും ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യും. എവ്രി ഡേ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഏതുവരെ പോകും, എന്ത് ചേഞ്ചസ് വരും എന്നുള്ളത് ഇതിൽ നിന്ന് എനിക്ക് അറിയണം. ഇതിനു മുന്നേ ചെയ്ത ചാനൽസിലൊക്കെ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം മിസ്സിങ് ആയിട്ട്, അല്ലെങ്കിൽ ഇത് ചെയ്താൽ ശരിയാവും എന്ന് എനിക്ക് തോന്നിയ കാര്യം ഈ കൺസിസ്റ്റൻസി ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പിടിച്ച് ഞാൻ നോക്കുന്നത്. പിന്നെ അതിനേക്കാളും വേറൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്, ഞാനൊരു സ്മോൾ ബിസിനസ്സിൻ്റെ ഓണറാണ്. ഒരു കുഞ്ഞു ബിസിനസ് എനിക്കുണ്ട്. ഞാനൊരു ജ്വല്ലറി ബിസിനസ് ഓണറാണ് കേട്ടോ. എൻ്റെ ഷോപ്പിൽ ഒരുപാട് ജ്വല്ലറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന എഫേർട്ട് അതെന്ന് പറയുന്നത് മെയിൻ കൺസിസ്റ്റൻസി ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ചില ദിവസങ്ങളിൽ ഫസ്റ്റ് ഞാൻ സ്റ്റോൾസ് ആണ് ആദ്യം എൻ്റെ ഒരു ചെയ്തത്. ആദ്യം ചെയ്യാൻ തുടങ്ങിയത് ഒരു സ്റ്റോൾസ് ഇട്ടുകൊണ്ടാണ്. അപ്പോൾ ഈ സ്റ്റോൾസ് ഇടുമ്പോൾ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ ഒന്നും ചിലപ്പോൾ ഒരു സെയിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു സെയിലായിരിക്കും. ഒരു 3 to 4 hours അതാണ് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഒരു സമയം. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ സെയിൽസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ 3 to 4 hours ഈവനിങ് ഞാൻ ചെയ്യുന്നത് 5 to 9 o'clock അല്ലെങ്കിൽ 8:30 അത്രയും വരെ ഞാൻ ചെയ്യുള്ളൂ. സോ അതിൻ്റെ മെയിൻ റീസൺ എനിക്ക് വേണ്ടി സമയം വേണം, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം, എൻ്റെ ഹെൽത്ത് നോക്കണം. ഇതൊക്കെ കൊണ്ടാണ് ആ ടൈം ഞാൻ ചൂസ് ചെയ്തത്. ഇതിനു മുന്നേ ഞാൻ വർക്കൊക്കെ ചെയ്താണ്. ആ സമയത്ത് ഉണ്ടാകുന്നതിനേക്കാളും ഉള്ളൊരു സന്തോഷം എനിക്ക് ഈ ബിസിനസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പകൽ ഒരുപാട് സമയം എനിക്ക് വേണ്ടി കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് ഞാൻ കണ്ട ഒരു ബെനിഫിറ്റ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു വന്നത്, ഞാൻ ഈ ചില ദിവസം സെയിൽസ് നടക്കാത്തപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കിത് നിർത്തിപ്പോയാലെന്ന് വരെ തോന്നുന്ന സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തിനാ ഇത്ര ടൈം പോയിരിക്കുന്നേ എന്നൊക്കെ ഉള്ള തോന്നൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ ഇതായിട്ടും ഞാൻ വിചാരിച്ചു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി കച്ചവടം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് ഞാൻ ഒരു 4 months കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ബിസിനസ്സിൽ ചെറിയ ഗ്രോത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ നമ്മളെ ഒരുപാട് ആൾക്കാർ കണ്ട് നമ്മളെ രജിസ്റ്റർ ആവും. അപ്പം 1 അല്ല 2 അല്ല 3 ദിവസം നമ്മളെ കാണുമ്പോൾ 4ാമത്തെ ദിവസം ആ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുകയും അല്ലെങ്കിൽ നമ്മളുടെ സാധനങ്ങൾ ജസ്റ്റ് നോക്കി പോവുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ ഏരിയയിൽ കുറേ ആൾക്കാരെ എനിക്ക് അറിയാം. ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും ഓൾ ദ ബെസ്റ്റ് പറയാനെങ്കിലും വരുന്ന ആൾക്കാരുണ്ട്. സോ അവിടെ കണ്ട ആ ചെറിയ എൻ്റെ ബിസിനസ്സിലുള്ള ആ ഗ്രോത്താണ്, കൺസിസ്റ്റൻസിയാണ് ഞാൻ ഇവിടെയും ട്രൈ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എന്ത് പോസ്റ്റ് ചെയ്യും എന്നുള്ള ഐഡിയ ഒന്നും എനിക്കില്ല. അപ്പോൾ എന്തായാലും ഡേ 1 ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാണ്. നാളെ അടുത്തൊരു വീഡിയോ കണ്ടിട്ടൊന്നും എനിക്കറിയില്ല. അടുത്ത വീഡിയോ നമുക്ക് നോക്കാം നാളെ എന്താണ് പോസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കണ്ടന്റ് ആലോചിക്കണം, നാളെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണം. മോസ്റ്റ്ലി എൻ്റെ ലൈഫ്, എൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യണം. എനിക്ക് ഒരുപാട് ചേഞ്ചസ് എൻ്റെ ലൈഫിൽ വരുത്തണം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. പൈസ ഉണ്ടാക്കണം. ഇതൊക്കെ എൻ്റെ ഒരു ഡ്രീം ആയിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് അത്യാവശ്യമാണ് എൻ്റെ ലൈഫിൽ എന്നെ സംബന്ധിച്ച്. സോ നാളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.